ഇതുപോലെ നിങ്ങളും ഒരു ജൈവ കീടനാശിനി തയ്യാറാക്കുക. ഫോട്ടോയോ വീഡിയോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരിക. ഓക്കെ. Hi dears, I am Reena Jyothish from Thottekkad. Hi dears, ഞാൻ AUPS Thottekkad 7th grade പഠിക്കുന്ന മലയാളം. Hi, I am Reena from Thottekkad. Hi friends, ഞാൻ പഠിച്ച AUPS Thottekkad ഞാൻ പഠിക്കുന്നത്. 50 ഗ്രാം പച്ചമുളക്, 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, ഒരു ഗ്ലാസ് വെള്ളം. ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ മുന്നത്തെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ തോട്ടേക്കാട് സ്കൂളിലെ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും ആ ഭാഗമായിട്ട് പ്രവർത്തനം ചെയ്ത് എനിക്ക് അയച്ചു തന്ന കുറച്ച് വീഡിയോസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ. Hi dears, I am Reena Jyothish from Thottekkad. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി മുളക് സദ്ദാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. വെളുത്തുള്ളി 50 ഗ്രാം, പച്ചമുളക് 50 ഗ്രാം, ഇഞ്ചി 50 ഗ്രാം. ഈ 3 സാധനങ്ങളും 50 ഗ്രാം മെഷേഴ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ വെളുത്തുള്ളി മുളക് സദ്ദ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും മിക്സിയിലിട്ട് നന്നായി അരിച്ചെടുക്കണം, പേസ്റ്റ് രൂപത്തിലാക്കണം. അത് നമുക്ക് ഇഞ്ചിട്ട്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഇങ്ങനെ വെള്ളം കളഞ്ഞു കൊടുക്കാം കേട്ടോ. ഇനി മിക്സിയിലിട്ട് നന്നായി അരിച്ചെടുക്കാം. ഇത് നമുക്ക് ബൗളിലേക്ക് അടിച്ചു മാറ്റണം. വെളുത്തുള്ളി മുളക് സദ്യ എന്ന പ്രവർത്തനം നിങ്ങളുടെ മുന്നിൽ ചെയ്ത് കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. വെളുത്തുള്ളി 50 ഗ്രാം, ഇഞ്ചി 50 ഗ്രാം, മുളക് 50 ഗ്രാം. ഇനി നമുക്കത് മിക്സിയിൽ രാവിലെ നന്നായിട്ട് അരിച്ചെടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് വെക്കാം. നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്കത് തരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ഇലസത്താണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പപ്പായ ഇല 50 ഗ്രാം, വെള്ളം 100 മിനിറ്റ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് ഈ 100 ഗ്രാം വെള്ളം കൊടുക്കുക. അതിലേക്ക് ഈ പപ്പായ വന്നത് ഇനി ഇതിനകത്ത് ഒരു ആദ്യം നിന്ന്
നമുക്ക് ഇതിലേക്ക് 3-4 ഇരട്ടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മൾ ഇതിൽ ബൗളിലോട്ടാക്കാം. ഇനി നമുക്കിത് ചെടികളിൽ ഉപയോഗിക്കാം. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി മുളക്. അതിന് ആവശ്യമായ സാധനങ്ങൾ 50 ഗ്രാം പച്ചമുളക്, 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, 1 ഗ്ലാസ് വെള്ളം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം പറയുന്നത്. ഇപ്പോൾ വെളുത്തുള്ളി മുളക് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് വെച്ച് പേസ്റ്റ് കളിക്കും. ഇപ്പോൾ നമുക്ക് വെളുത്തുള്ളി മുളക് സെറ്റ് കിട്ടിയിട്ടുണ്ട്. Hi friends, I am Nadia from AUPS Thottekkad. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജൈവിക കൃഷിയാണ്. ഞാൻ തിരഞ്ഞെടുത്തത് പപ്പായയുടെ സത്താണ്. പഴയതെല്ലാം ചെറുതാക്കി മറിയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഇടാം. ഇനി 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. 6 മണിക്കൂറായി. ഇനി നമുക്ക് നല്ലോണം പിഴിഞ്ഞ് എടുക്കാം. നീരെല്ലാം പിഴിഞ്ഞെടുക്കുക. ഇത് 2 കൂടി മിക്സ് ആക്കുന്ന പാത്രം അതും ഇവിടെ റെഡിയാണ്. പിന്നെ ഈ പുകയിലൂടെ ചണ്ടി ഇടാനൊരു പാത്രം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ പുകയില ഊച്ചാം. പുകയില നന്നാക്കി ഈഞ്ഞെടുക്കാം. ഈ കൈയിട്ട് ഒന്നൊക്കെ കഴിഞ്ഞു. നമുക്ക് ഈ വെള്ളം ഈ തൈപ്പിലേക്ക് വയ്ക്കാം. അത് പുകയില വെള്ളം ഇത് ചാക്കിയിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ ബാത്തോപ്പ് ഇതിലേക്ക് പാരം. ഇത് പിന്നെ നമ്മൾ ഇത് ചിലത് അരിയാത്ത ഉണ്ടാവും. അരിയാത്ത നമ്മൾ ഇതിൽ പൂച്ചെടുക്കണം. അപ്പോൾ ഇതും ഇതിലേക്ക് പാരാം. ഇത് പോകാൻ കുറച്ച് കറിയുണ്ടാവും. നമ്മൾ കൈകൊണ്ട് സ്പൂൺ കൊണ്ട് എടുക്കും. അപ്പോൾ ഞാൻ കൈകൊണ്ടാണ് ഇറക്കുന്നത്.
അത് ഞാൻ മാറ്റി വെക്കാം. നമ്മളുടെ കീടനാശിനി റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് നന്നായി ഇറക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പറഞ്ഞിട്ട് നമുക്ക് ഈ ബോട്ടിലേക്ക് വരാം. നമ്മൾ പറഞ്ഞിട്ടില്ല, കഷ്ടത്തിന് വന്നാൽ മതി. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വരണം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം പറയാം. ഞാൻ ഇത്ര വെള്ളമാണ് പറയുന്നത്. എന്നിട്ട് ആയിട്ട് ഇത് നന്നായി കറ്റാക്കാം. എന്നിട്ട് കുളിക്കുക. അപ്പോൾ നമ്മുടെ പുകയിലേക്ക് നഷ്ടം റെഡി ആയിട്ടുണ്ട്. ഇനി അവർക്ക് നന്ദി നമസ്കാരം. നഷ്ടം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സപ്പോർട്ട് മതി തന്നെ പരീക്ഷിക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 50 ഗ്രാം പപ്പായ ലീഫ്, 100 ml വാട്ടർ. ഇത് നമുക്കിനി ഇതിലേക്ക് വെക്കാം. ഇതും മൂടി വെക്കാം. അങ്ങനെ അത് മൂടി വെച്ചതാണ്. ഇനി അത് നിലടി പിഴിഞ്ഞ് ചണ്ടി തിരിച്ചു വെക്കാം. ഇത് തരിച്ചു വെക്കാം. ഇതിന്റെ ഡബിൾ വാട്ടർ നമുക്ക്